നമസ്കാരം കൂട്ടുകാരെ, നമ്മൾ ഉണ്ടാക്കുന്നത് പോക ഉപ്പുമാവ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ അവൽ ഉപ്പുമാവ്. ആദ്യമായിട്ട് എണ്ണ ഒഴിച്ചു, കടുക് ഇളക്കി കൊടുക്കണം. ഉള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി ഇടുന്നു. ഇഞ്ചി, ഉള്ളി, കറിവേപ്പില, പച്ചമുളക് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വാടിക്കോട്ടെ. എന്നിട്ട് ഇളകണം. ലൈറ്റ് ഉപ്പൊക്കെ ചേർക്കാം. വാടി കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പ് ചേർക്കുള്ളൂ. കുറച്ച് വാടിയിട്ട് ഉപ്പ് ചേർക്കുള്ളൂ. അതിന് മുമ്പ് ഉപ്പ് ഇടുന്നവർക്ക് ഉപ്പ് ഇടാൻ കുഴപ്പമില്ല. നമ്മൾ വാടിയ ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടി ഇടും. ഉപ്പ് മഞ്ഞൾപ്പൊടി മതി. ഇളക്കി കൊടുക്കുക. കരിയരുത്. ചെറിയൊരു മഞ്ഞപ്പ് മണം മാറണം. അപ്പോൾ തീ കുറച്ചിട്ട് ചേർക്കണം. തക്കാളി ഇടുന്നവരുണ്ട്, തക്കാളി ഇടണമെങ്കിൽ ഇടാം. പിന്നെ നമ്മുടെ കടല, കപ്പലണ്ടി എന്ന് പറയും, അത് ഇടാൻ പറ്റും. നാരങ്ങാനീര് ഡബിൾ നനച്ച് വെക്കണം. ആവശ്യത്തിന് എടുത്താൽ മതി. ഇടയ്ക്ക് കൊടുക്കുക നന്നായിട്ട്. പിന്നെ നാരങ്ങാനീര് ഒഴിയുന്നത് നല്ലതായിരിക്കും കേട്ടോ. നാരങ്ങാനീര് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്, നല്ലതായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ്, നോർത്ത് ഇന്ത്യൻകാരുടെ ബ്രേക്ക്ഫാസ്റ്റ് മെനു ആണിത്. ഇതും തൈരും കൂടി ഉണ്ടെങ്കിൽ നല്ല രസമാണ് കഴിക്കാൻ. ഓ, ഫോണ് വീണ് പോയി. പിന്നെ നേരെ വെക്കണം. അപ്പുറത്തിരിക്കുന്നത് ചിക്കൻ കറിയാണ് കേട്ടോ, പാത്രത്തിലിരിക്കുന്നത്. നാരങ്ങാനീരിട്ടു. നാരങ്ങാനീര് ഒഴിക്കണം നന്നായിട്ട്. ഇളക്കി കൊടുക്കാം. ലൈറ്റ് ഷുഗർ ഇട്ട് കൊടുക്കാം. ഈ പോക ഉപ്പുമാവ്, അവൽ ഉപ്പുമാവും തൈരും കൂടി കഴിച്ചാൽ അടിപൊളിയായിരിക്കും കഴിക്കാൻ. ഇത് വെറുതെ കഴിക്കാം, ടേസ്റ്റ് ഉള്ള സാധനമാണ്. ഇത്രയും പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. 5 മിനിറ്റ്. നമ്മൾ റവ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതൊക്കെ നല്ല എളുപ്പമാണ്.